ട്രൈബർ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇറക്കിയിരുന്നു. ട്രൈബർ ഫേസ് ലിഫ്റ്റിൽ പ്രധാനമായിട്ടും 4 വേരിയൻ്റാണ് ഉള്ളത്: ഓതൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ. അതിനകത്ത് ഓതൻറ്റിക്കാണ് ബേസ് വേരിയൻറ്റ്, ഇമോഷനാണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ. ഓതൻറ്റിക് പറഞ്ഞ പോലെ ബേസ് വേരിയൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും ഫീച്ചേഴ്സ് കുറവുള്ളത് ഓതൻറ്റിക്കാണ്. എങ്കിൽ കൂടിയും സേഫ്റ്റി ഫീച്ചേഴ്സോ സെക്യൂരിറ്റി ഫീച്ചേഴ്സോ ഒന്നും യാതൊന്നും കുറവില്ല. എല്ലാ വേരിയൻറ്റിനും സെയിം തന്നെ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഓതൻറ്റിക്കിനകത്ത് മെയിനായിട്ടുള്ള ഞാൻ നോക്കിയിട്ട് ഒരു കുറവ്, തേർഡ് റോയും സെക്കൻഡ് റോയിലും AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് ഫ്രണ്ട് റോയിലെ AC മാത്രമേ നമുക്ക് പുറകു വരെ കിട്ടുകയുള്ളൂ. ആ എയർ സർക്കുലേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ടച്ച് സ്ക്രീനില്ല. അത് വേണമെങ്കിൽ, അങ്ങനെ ടച്ച് സ്ക്രീനൊക്കെ വേണമെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള എവല്യൂഷൻ എന്ന വേരിയൻറ്റ് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ കൂടെ ടച്ച് സ്ക്രീനുണ്ട്, കൂടാതെ ക്യാമറ കൂടെ കിട്ടും. 14 ഇഞ്ച് ടയർ തന്നെയാണ് ഓതൻറ്റിക്കിനും എവല്യൂഷനും. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റാണ് ടെക്നോ. ടെക്നോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇഞ്ച് ടയറാണുള്ളത്. ആദ്യത്തെ 2 വേരിയൻസിന് നമുക്ക് സ്റ്റെപ്പിനി ടയർ കിട്ടുന്നില്ല, അതിൻ്റെ ഒപ്പം പഞ്ചർ കിറ്റാണ് കിട്ടുന്നത്. അതേസമയം ടെക്നോ തൊട്ട് നമുക്ക് സ്റ്റെപ്പിനി ടയർ കിട്ടും. അതുകൂടാതെ ടച്ച് സ്ക്രീനുണ്ട്, സ്റ്റിയറിങ്ങിന് അകത്ത് സ്വിച്ചസ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ട്. പോരാതെ പുറകിൽ വൈപ്പറുണ്ട്, വാഷർ മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ടെക്നോ മുതൽ കിട്ടും. ടെക്നോയുടെ OVRM, അതായത് റിയർ വ്യൂ മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുക. ആദ്യത്തെ 2 വേരിയൻസിൽ അങ്ങനെയല്ല, ഫ്രണ്ടിലത്തെ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഇമോഷൻ. ഇമോഷനകത്ത് മാത്രമേ നമുക്ക് AMT വേരിയൻറ്റ് കിട്ടുന്നുള്ളൂ. ഡ്യുവൽ കളർ വേണമെങ്കിലും ഇമോഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ AMT വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഡ്യുവൽ കളർ വേരിയൻറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആകെ ഓപ്ഷൻ ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഇമോഷനകത്താണ് ഇന്നലെ ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. അതായത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോ ലാമ്പ്, പിന്നെ LED DRL, പിന്നെ ഫോഗ് ലാമ്പ്, പിന്നെ ക്രൂയിസ് കൺട്രോൾ, പിന്നെ വയർലെസ് ചാർജിങ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ മുതലായ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലും മാത്രമാണ്. ടെക്നോ വേരിയൻറ്റ്, അതായത് ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള ടെക്നോ വേരിയൻറ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേയും ഉണ്ട്, പക്ഷേ അത് വയേർഡാണ്. വയർലെസ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ട് ഉള്ള ഫീച്ചേഴ്സ് വൈസ് പറയാനുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 5 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. ഏറ്റവും പുറകിൽ റോയിൽ അധികം പേരൊന്നും ഉപയോഗിക്കുന്നില്ല, വലിയ പൈസ മുടക്കാനും താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ബേസ് വേരിയൻ്റ് ഓതൻറ്റിക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഏറ്റവും പുറകിലത്തെ റോയിലും ആളുകൾ ഇരുത്തവും വേണം, എന്നാൽ വലിയ അത്യാവശ്യം ഒരു ടച്ച് സ്ക്രീനൊക്കെ കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ചിന്തിക്കുന്നവർക്ക് ബെറ്റർ രണ്ടാമത്തെ വേരിയൻ്റ് ആയിരിക്കും, അതായത് എവല്യൂഷനായിരിക്കും. അല്ല, അതിനേക്കാളും കുറച്ചും കൂടെയും ഒരു 15 ഇഞ്ച് ടയർ സൈസുള്ള ടയർ ഉള്ള ഒരു വാഹനം വേണം. കൂടാതെ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ മുതലായ കാര്യങ്ങളും സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള സ്വിച്ചസും ഒക്കെയുള്ള വണ്ടി വേണം എന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ടെക്നോ സെലക്ട് ചെയ്യാം. മുൻ പറഞ്ഞ പോലെ AMT അല്ലെങ്കിൽ ഡ്യുവൽ കളർ അങ്ങനെ മുതലായ ടോപ്പായിട്ടുള്ള സ്പെക്സ് വേണമെന്നുള്ളവർക്ക് ഇമോഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നല്ല നമസ്കാരം.